AK മഷ്റഫ് എന്ന് പറയുന്ന ഒരു ജനകീയനായിട്ടുള്ള MLA ആണ് കെ സുരേന്ദ്രൻ ഇത്തവണ നേരിടേണ്ടി വരിക. 2021 കാസർകോട്ടെ ഒരു പ്രാദേശിക ലീഗ് നേതാവ് എന്നർത്ഥത്തിലുള്ള AK മഷ്റഫിൽ നിന്ന് അവിടുത്തെ ജനകീയ വിഷയങ്ങൾ ഇടപെടുന്ന, അവിടെ 8 പഞ്ചായത്തുകളും സ്റ്റേഡിയങ്ങൾ സ്ഥാപിച്ച, അവസാനം നടന്ന ടോൾ പ്ലാസ വിഷയത്തിനകത്ത് ശക്തമായ നിലപാടെടുത്ത് ആ ആക്ഷൻ കമ്മിറ്റിയെ നയിച്ച് ആ ടോൾ നിർത്തലാക്കുന്ന തരത്തിലേക്ക് മാറിയ ഒരു AK മഷ്റഫിനെയാണ് കെ സുരേന്ദ്രൻ ഇത്തവണ നേരിടേണ്ടി വരിക. അങ്ങനെ AK മഷ്റഫിൻ്റെ വ്യക്തിപ്രഭാവം ആദ്യമായി വലിയ ഗുണം ചെയ്യും. ലീഗിന് ഇതിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയെ ഇനി പരിഗണിക്കാൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടറായി പറയുന്നത് AK മഷ്റഫ് എന്ന് പറയുന്ന വളരെ ജനകീയനായിട്ടുള്ള, വളരെ സാധാരണക്കാരായിട്ട് വളരെ ബന്ധം പുലർത്തുന്ന, അവരിലോ ഒരാളായി പ്രവർത്തിക്കുന്ന AK മഷ്റഫ് ആയിരിക്കും ഒന്നാമത്തെ അവരുടെ ഗുണപരമായിട്ടുള്ള ഒരു സവിശേഷതയായിട്ട് വരിക. AK മഷ്റഫ് എന്ന് പറയുന്നത് ജനകീയ MLA ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, 2016 89 വോട്ടിൻ്റെ മാത്രം പരാജയപ്പെട്ട കെ സുരേന്ദ്രൻ അല്ല ഇത്തവണ വരുന്നത്. കാരണം 2014 വീശിയടിച്ചൊരു നരേന്ദ്രമോദി തരംഗത്തിൻ്റെ ഗുണഫലമായിട്ടായിരുന്നു 2016 89 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിന് പരാജയപ്പെട്ട കെ സുരേന്ദ്രൻ. അത് കേരളത്തിൽ പല മണ്ഡലങ്ങൾക്കകത്തും അത്തരമൊരു വോട്ട് ഷിഫ്റ്റ് പെട്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ BJP സാധിച്ചിട്ടുണ്ട്. അതേ കെ സുരേന്ദ്രൻ തന്നെയാണ് 2021 മത്സരരംഗത്തേക്ക് വന്നത്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും 89 വോട്ടിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടെന്ന് തോന്നും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലല്ല പരാജയപ്പെട്ടത്. 2016 കെ സുരേന്ദ്രൻ 89 വോട്ടിന് പരാജയപ്പെടുന്നത്. അത് കഴിഞ്ഞ് 2021 തെരഞ്ഞെടുപ്പിൽ എല്ലാവിധത്തിലുള്ള ആവേശവും BJP പ്രവർത്തകരിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രൻ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 89 വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ടു പോയ ഒരു മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കാം എന്നുള്ള വിശ്വാസം കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മഞ്ചേശ്വരത്തോടൊപ്പം കോന്നി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി സുരേന്ദ്രനും BJP തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. എങ്ങനെയായാലും മഞ്ചേശ്വരം ഇത്തവണ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഈസി വാക്ക് ഓവർ എന്നൊക്കെ എവിടേക്കോ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം കോന്നി എന്നൊരു ഓപ്ഷൻ കൂടി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ നോക്കുമ്പോൾ 745 എന്ന് പറയുന്ന കണക്കിലേക്ക് എത്തിക്കാൻ അന്ന് UDF-നും ലീഗിനും സാധിച്ചിരുന്നു. അപ്പോൾ 89 നിന്ന് 745ലേക്ക് രണ്ടക്കം ഭൂരിപക്ഷത്തിൽ നിന്ന് 3 അക്കത്തിലേക്ക്. അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ വലിയ വോട്ടിലേക്ക് അതിനെ ഉയർത്താൻ ആർക്ക് സാധിച്ചു? UDF-നും ലീഗിനും സാധിച്ചിട്ടുണ്ട്. 2019 അത് 7000 വോട്ടായി മാറുന്നുണ്ട്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ആദ്യമായി രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ വോട്ടുകൾക്ക് ജയിച്ച ഒന്നാം തെരഞ്ഞെടുപ്പിലാണെങ്കിലും രണ്ടാം തെരഞ്ഞെടുപ്പിലാണെങ്കിലും 20,000-നടുത്ത് ഭൂരിപക്ഷം നേടാൻ 17,000-നടുത്ത് ഭൂരിപക്ഷം നേടാൻ UDF-ന് സാധിക്കുന്നു, ലീഗിന് സാധിക്കുന്നു. ലീഗിനല്ല, UDF സംവിധാനത്തിന് സാധിക്കുന്നു. അതിനുശേഷം അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകമാനം മഞ്ചേശ്വരം മണ്ഡലത്തിനകത്ത് ഒരു തൂത്തുവാരലാണ് UDF സംവിധാനം അല്ലെങ്കിൽ ലീഗ് നടത്തിയത്. ഒന്ന്, ആ മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ഭരിക്കുന്നത് UDF ആണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗാണ്. അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകളിൽ നിന്ന് 2/3 ഭൂരിപക്ഷം നേടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെടുത്തത്. ആകെയുള്ള 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും ഭരിക്കുന്നത് UDF ആണ്. അവിടെ 2005 മുതൽ BJP കൈവശം വച്ചിരുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പിടിച്ചെടുക്കാൻ UDF-ന് സാധിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തായിരുന്ന UDF ആണ് ഇത്തവണ 1ാം സ്ഥാനത്തേക്ക് വന്ന് ആ പ്രദേശം പിടിച്ചെടുക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 27% വോട്ട് നേടിയിരുന്ന BJP 22%-ലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 36ഓളം വാർഡുകൾ മാത്രമാണ് ഇത്തവണ ജയിക്കാൻ സാധിച്ചത്. അങ്ങനെ 2016 കെ സുരേന്ദ്രന്റെ 89 എന്ന ഒരു സവിശേഷമായ അക്കത്തിന് ശേഷം യാതൊരു തരത്തിലുള്ള ഒന്നും തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വശം തന്നെ BJP ചൂണ്ടിക്കാണിക്കില്ല. അതായത് വോട്ടിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കണക്കെടുക്കുക. 2021 745 വോട്ടുകൾക്ക് പരാജയപ്പെട്ട കെ സുരേന്ദ്രൻ ആ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 2024 തെരഞ്ഞെടുപ്പിൽ 7000 വോട്ടുകളാണ് അന്ന് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ച BJP-യുടെ അശ്വിനിക്ക് കുറഞ്ഞത്. അങ്ങനെ എല്ലാ കണക്കുകളും BJP-ക്ക് എതിരായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം, അതായത് 17,000-ൻ്റെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് 20,000 വോട്ടിൻ്റെ ലീഡാണ് UDF സംവിധാനത്തിലുള്ളത്. അങ്ങനെ 17,000-ൻ്റെ 7,000-ൻ്റെ 20,000-ൻ്റെ ഒക്കെ തന്നെ വൻ ലീഡ് നേടി നിൽക്കുന്ന ഒരു UDF-നെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിന് കുറവുണ്ടാകാൻ സാധ്യതയില്ല. രണ്ടാമത്തെ ഒരു ഫാക്ടർ ആവാൻ ഒരു BJP-ക്ക് അനുകൂലമായിട്ടൊരു അടിയൊഴുക്ക് നടക്കാൻ സാധ്യതയുണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് കോൺഗ്രസ് വോട്ടുകളാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള വോട്ടുകളാണ്. ആ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന പല സീറ്റുകളും നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷമാണ്
2024 ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത്, കഴിഞ്ഞ തദ്ദേശ ഇലക്ഷൻ നടക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുന്ന ഒരു മുന്നണിയായിട്ട്, വിജയിക്കുന്ന ഒരു സംവിധാനമായിട്ട് UDF സംവിധാനത്തോടൊപ്പം അതിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിനകത്ത് നിൽക്കുന്ന, കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം BJP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ യാതൊരു കാരണവും ഞാൻ കാണുന്നില്ല. രണ്ടാമത്തെ ഒരു ഫാക്ടർ, മഞ്ചേശ്വരം എന്ന് പറയുന്നത് കർണാടകയുടെ തൊട്ടടുത്താണ്, അതിർത്തി മണ്ഡലമാണ്. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ BJP KG മാരാർ 1000 വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെടുന്ന ഒരു കാലത്തിന് ശേഷം CKP പത്മനാഭൻ അടുത്ത തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വരുന്ന കാലം തൊട്ട് കർണാടക BJPയുടെ വലിയ ഒരു ധനസഹായവും ആളും ലഭിച്ചിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് കർണാടകയിൽ BJPക്ക് അധികാരം നഷ്ടപ്പെട്ടു. സിദ്ധാരാമയ്യ സർക്കാരുടെ, അതായത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള BJPയുടെ സംസ്കാരത്തിൽ മാറിയുള്ള കുറെ കൂടി എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പൊളിറ്റിക്സ് സ്വീകരിക്കുന്ന കോൺഗ്രസ് ആണ് അവിടെ ഭരണത്തിലിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന കോസ്റ്റൽ കർണാടകയിൽ നേരത്തെ നിലനിന്നിരുന്ന ഒരു BJP അനുകൂലമായിട്ടൊരു അന്തരീക്ഷം ഇപ്പോൾ കുറഞ്ഞു വരുന്നൊരവസ്ഥ ഉണ്ട്. മാത്രമല്ല കർണാടകയിൽ നിന്നുള്ള നേതാക്കളെല്ലാം തന്നെ മംഗലാപുരത്തും മറ്റു നടക്കുന്ന മംഗലാപുരത്തു നിന്ന് മാറി മഞ്ചേശ്വരത്ത് നടക്കുന്ന, അല്ലെങ്കിൽ കാസർഗോഡ് മണ്ഡലത്തിനും ജില്ലയിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കടുത്തും പങ്കെടുക്കുകയും UDF സംവിധാനത്തെ ഏറ്റവും ഉഷാറാക്കി നിർത്താൻ, ഊർജ്ജസ്വലതയോടുകൂടി നിർത്താനുള്ള ശ്രമം പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ ഇപ്പോൾ സമസ്ത സമ്മേളനത്തിൽ അവിടെ സ്പീക്കറായി UT ഖാദർ MLA, അവിടുന്ന് DK ശിവകുമാർ, മുഹമ്മദ് നാലപ്പാട് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ നിരന്തരം വരികയും അവിടുത്തെ UDF പ്രവർത്തകരെ ആകമാനം, അതായത് അപ്പുറത്ത് കിടക്കുന്ന ഇവരെല്ലാത്തിനും പോകുന്ന, അതായത് മംഗലാപുരമാണ് അവർ ആശ്രയിക്കുന്ന എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള MLA ആണ് UT ഖാദർ. അവിടെ നിന്നുള്ള ഒരു വലിയ സംവിധാനം കൂടി തങ്ങളെ പിന്തുണയ്ക്കാനുണ്ട് എന്ന് പറയുന്നത് വലിയൊരു ആത്മവിശ്വാസം കൂടി അവിടുത്തെ UDF സംവിധാനത്തിലുണ്ട്. അപ്പോൾ AK അഷ്റഫ് എന്ന് പറയുന്ന MLA അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നേടിയിട്ടുള്ള വലിയ ലീഡ്, വലിയ പോസിറ്റീവായിട്ടുള്ള സീറ്റുകൾ പിടിച്ചെടുക്കുന്നു, വലിയ തരത്തിലുള്ള കണക്കുകൾ അവരെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ കർണാടകത്തിലുള്ള അധികാരമാറ്റം അവരെ UDF എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ കൂടുതൽ ഉറച്ചു നിൽക്കാൻ, അവിടുത്തെ UDF വോട്ടർമാരെയും ഏതെങ്കിലും തരത്തിൽ UDFനോടൊപ്പം ഏതെങ്കിലും കാലത്ത് നിന്നിരുന്ന ആളുകളെയും പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ 2021 BJP പ്രതീക്ഷിച്ചിരുന്ന ഒരു അനുകൂല ഫാക്ടർ കുറേയും കൂടി അതിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.